സർ, മോദിയും ബി ജെ പിയും രാജ്യദ്രോഹികൾ ആണ് എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ ഇന്ത്യയിലെ ജനം യഥാർത്ഥത്തിൽ പോകുന്നത്? എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള സോനം വാങ്ചുക് കഴിഞ്ഞ 19 ദിവസമായിട്ട് നിരാഹാര സമരത്തിലാണ് ജന്തർ മന്ദിറിന് മുമ്പിൽ. നാളെ ഇപ്പം പാർലമെൻറ്റ് സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ നയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അനുഭാവപൂർണമായിട്ടുള്ള ഒരു നടപടി എന്തുകൊണ്ടാണ് ബി ജെ പി സ്വീകരിക്കാത്തത്? അല്ല, ഇത് സോനം വാങ്ചുക് ഉന്നയിക്കുന്ന വിഷയം ആദ്യം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന യുവാക്കളുടെ ഒരു അപ്രൈസിങ്, ഒരു വലിയ പ്രക്ഷോഭം എന്നർത്ഥത്തിൽ വളർന്നു വരികയും അവരത് കൺസിസ്റ്റൻ്റായി എടുക്കുകയും അതിന് പ്രതിപക്ഷ കക്ഷികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം പിന്തുണ കിട്ടുകയും ചെയ്ത് മുമ്പോട്ട് പോയി. അവരുന്നയിക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതമായ കാര്യമാണ്. ഒന്ന്, കഴിഞ്ഞ 3-4 വർഷമായി നീറ്റ് പരീക്ഷയിൽ ഏറ്റവും വലിയ തട്ടിപ്പുകൾ നടക്കുന്നു. 2023, 24, 25, 26 അത് ചിലതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഇത്തവണ എന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷ മൊത്തം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നമ്മൾ ആലോചിക്കേണ്ട 22 ലക്ഷം കുട്ടികൾ വീതം ഓരോ വർഷവും എഴുതുക. ഈ കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പരീക്ഷ എന്നർത്ഥത്തിലാണ് നീറ്റ് എഴുതുന്നത്. ഇത് കിട്ടിയാൽ അവരുടെ ജീവിതം മാറിപ്പോകും. ഇത് കിട്ടിയില്ലെങ്കിൽ അവരുടെ ജീവിതം തകർന്നു പോകും. നമുക്കറിയാം, ഇതിനു വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന എഫർട്ട്, കുഞ്ഞുങ്ങൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കൾ, കോച്ചിങ് ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ നീറ്റ് പരീക്ഷയുടെ അതത്ര വേണമെന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ അതാണ് ഇന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലൊരു ലക്ഷ്യം. എത്ര കോച്ചിങ് നടത്തും, ചിലരൊരു വർഷം കളഞ്ഞ് ഫുൾ ടൈം പഠിച്ചിട്ടൊക്കെയാണ് വീണ്ടും എഴുതുന്നത്. ആ പരീക്ഷ എത്ര നിരുത്തരവാദപരമായാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ പേപ്പറുകൾ വെളിയെ വരുന്നു. ഇപ്പോൾ കേരളത്തിലടക്കം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെളിയെ വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി രാവും പകലും ഉറക്കമൊഴിച്ച് പണം ചെലവാക്കി കുട്ടികൾ പഠിക്കുന്നത് വെറുതെയാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും യൂത്ത് നേതാവിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിക്കാം. ഇപ്പോൾ യുവമോർച്ചയുടെ ആളുകളാണെന്നൊക്കെയാണ് പറയണേ. തീർച്ചയായിട്ടും അവരെ ഇന്ന് മേടിക്കാം. ഇതിന് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് പഠിക്കണതെന്ന് യുവതലമുറയിൽ ഏറ്റവും ക്രീമായ കുട്ടികൾ ആശങ്കപ്പെട്ടു പോയാൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ആശങ്ക പ്രതിപക്ഷം ഉയർത്തിയതാണ്. പക്ഷേ CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന അർത്ഥത്തിൽ അവരത് വളരെ ശക്തമായി ഉയർത്തുകയും ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ആ ഭാഷയിലേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്തു. അവരുന്നയിച്ച കാര്യം വളരെ ലളിതമാണ്. അവരുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോ വളരെ വലുതാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനമായി അവർ ഇക്കാര്യത്തിൽ ഉന്നയിച്ച കാര്യം, ഇത് മുഴുവൻ നടക്കുമ്പോൾ അവിടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്നുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ. ഇത് നടത്തുന്ന NTA ആളെ തന്നെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടി. ഇത് മാത്രമല്ല, ഇപ്പം അവസാനം നെറ്റ് പരീക്ഷയുടെ വന്നു, അതുപോലെ പല പരീക്ഷയുടെയും ഇതുപോലെ തന്നെ ഇവർ നടത്തുന്ന പരീക്ഷകളുടെയൊക്കെ വന്നു. അപ്പോൾ ഇതിൽ രാഷ്ട്രത്തിൻ്റെ സർക്കാരിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർത്തു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ തകർത്ത് വലിയ തോതിൽ ആത്മഹത്യ ഉണ്ടായി. പലർക്കും ഇനി രണ്ടാമത് എഴുതാൻ കഴിയാതെ വരിക. പിന്നെ നമുക്കറിയാം, CBSEയുടെ പോലും പരീക്ഷയുടെ പേപ്പറുകൾ ഒക്കെ തോന്നിയ മാതിരി വരിക. +2 എന്താ പറയുക, റീവാലുവേഷൻ കൊടുത്താൽ വരാതിരിക്കുക, പഴയ പേപ്പറിൻ്റെ വരിക, അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ. ഇത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും വല്ലാതെ പ്രകോപിപ്പിച്ചു എന്നും ഇത് അവരുടെ വികാരത്തിനെതിരാണ് എന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി അങ്ങനെ സമരം മുമ്പോട്ട് വെച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ വന്ന ഏറ്റവും പ്രമുഖനായ മറ്റു പല നേതാക്കളും വന്നുവെങ്കിലും നമുക്കറിയാം, ലഡാക്കിലെ സമര പോരാളിയാണ് ഇദ്ദേഹം. ലഡാക്ക് കാശ്മീരിൻ്റെ ഭാഗമായിരുന്ന ഘട്ടത്തിൽ അവിടുത്തെ സമര പോരാളിയായി നിൽക്കുകയും അവിടെ ഇപ്പോൾ ലഡാക്ക് സ്വതന്ത്രമായ വേറെ കേന്ദ്രഭരണ പ്രദേശമായപ്പോൾ അവിടെ വലിയ ജനപിന്തുണയോടെ, ലഡാക്കിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോടെ ഹിമാലയത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഹിമാലയത്തിലെ നദികൾ, അതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ, കാശ്മീരിനെ ആകെ അദ്ദേഹം അത് പരിഗണിച്ചിട്ടുണ്ട്. ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, ലോകം മുഴുവൻ സ്വീകാര്യതയുള്ള ഒരാളാണ്. അദ്ദേഹം തൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും ഈ സമരം വിജയിപ്പിക്കുമെന്ന് തീരുമാനിച്ച് ജന്തർ മന്ദിറിൽ സത്യാഗ്രഹം ഇരുന്നിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ 19 ദിവസം കടക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടം ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല? ഇപ്പം ഇത് മാത്രമല്ല, ഈ നീറ്റ് പരീക്ഷയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് അഭിപ്രായമില്ല. അയോധ്യ കൊള്ള പോലെ തന്നെ നീറ്റ് പരീക്ഷയെക്കുറിച്ചോ അത് മറ്റൊന്നും പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നൊന്നുമില്ല.
പാർലമെൻറ്റ് ചോദിച്ചാൽ പോലും മറുപടി പറയുന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞാൽ വരുന്ന തലമുറയിലെ മുഴുവൻ ആളുകളെയും എന്താ പറയുക, ജനാധിപത്യ വിരുദ്ധരാക്കുന്ന, നിയമവിരുദ്ധരാക്കുന്ന, അവർക്ക് ഈ നിയമം ഈ ബാധകമല്ലല്ലോ. ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും തോന്നിയാൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റുമോ? നിയമപരമായി നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവരെ നിയമവിരുദ്ധം നോക്കിക്കൂടെ? അങ്ങനെ നാല് വർഷം തുടർച്ചയായി ഈ പറഞ്ഞ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും ബ്രൈറ്റായി നമുക്ക് പറയാവുന്ന ആ കുട്ടികളെ പ്രകോപിപ്പിച്ചു. അതിനുവേണ്ടിയാണ് സോനം വാങ്ചുക് സത്യാഗ്രഹത്തിന് വന്നത്. അദ്ദേഹത്തിന് നിരാഹാരം, അദ്ദേഹം ഗാന്ധിയൻ സ്റ്റൈലിൽ നിരാഹാരത്തിന് വരുന്നു. അദ്ദേഹം വരുമ്പോൾ തന്നെ വലിയ തോതിൽ അതിനെതിരായ വിവകാരങ്ങളൊക്കെ വരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞ എൻ്റെ ജീവൻ രക്ഷിക്കലല്ല, ഈ കുട്ടികളുടെ ഈ 22 ലക്ഷം വീതം ഓരോ വർഷവും വരുന്ന കുട്ടികളുടെ അവരുടെ ആത്മവിശ്വാസം തിരിച്ചു കൊടുക്കലാണ്. എന്താ ആത്മവിശ്വാസം? ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താൻ ഭരണകൂടം തയ്യാറാണ് എന്നതാണ് നമ്മുടെ ഒരു ആത്മവിശ്വാസം. തെറ്റ് പറ്റിയെന്നവർക്ക് മനസ്സിലായി, എല്ലാവർക്കും അറിയാൻ തെറ്റ് പറ്റിയെന്ന്. പരീക്ഷ 2ാമത് നടത്തേണ്ടി വന്നു. അപ്പോൾ തെറ്റ് പറ്റി എന്ന് മനസ്സിലാവുകയും ഇത്രയധികം കുട്ടികളെയും കുടുംബങ്ങളെയും ബുദ്ധിമുട്ടിച്ചു എന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ അതിന് ഉത്തരവാദിയായ ആൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി വേണ്ടേ? ഒരു നടപടി ഇല്ലയെന്ന് മാത്രമല്ല, മോഡിയും അമിത്ഷായും ഒക്കെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്ത് കാരണവശാലും ഇയാൾ രാജിവെക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒരു ട്രെയിൻ അപകടം ഉണ്ടായിട്ട് റെയിൽവേ വകുപ്പ് മന്ത്രി രാജിവെച്ച ഒരു രാജ്യമാണ്. ട്രെയിൻ അപകടത്തിൽ റെയിൽവേ വകുപ്പ് മന്ത്രി യാതൊരു പങ്കുമില്ല. എങ്കിൽ പോലും അദ്ദേഹം ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ത്യയുടെ പിന്നീട് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു അന്ന് റെയിൽവേ മന്ത്രി. ആ ധാർമ്മികതയൊന്നും നമ്മൾ BJP നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ മിനിമം ജനാധിപത്യമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിയമവാഴ്ചയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സോനം വാങ്ചുക്ക് ഇടപെട്ടതോടുകൂടി അത് ലോകപ്രസിദ്ധമായ, അതിന് വലിയ പ്രശസ്തി കിട്ടി. അതിന് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും പല ഭാഗത്തു നിന്നും വലിയ സപ്പോർട്ടുകൾ വരുന്നു. കേരളത്തിൽ തന്നെ നിരവധി പരിപാടികൾ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക, ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, പണ്ട് മഹാത്മാഗാന്ധി നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് ഒരു ബ്രിട്ടീഷ് പത്രലേഖകൻ പറഞ്ഞു, താങ്കൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഇരിക്കുന്നത് കുഴപ്പമില്ല, കാരണം അവരൊരു പരിധി വരെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവരുടെ നാട്ടിലെങ്കിലും. പക്ഷെ താങ്കൾ ഹിറ്റ്ലർക്കെതിരായാണ് ഇരുന്നെങ്കിൽ താങ്കളുടെ പണി തീർന്നു പോയെന്ന്. ഏതാണ്ട് ഹിറ്റ്ലറുടെ ഭരണമാണ് ഇവിടെ. ജനങ്ങളുടെ വികാരം പ്രശ്നമല്ല, ദേശീയ വികാരം പ്രശ്നമല്ല, ലോകത്ത് തന്നെ ഇദ്ദേഹത്തെ പോലെ ഒരാളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന പ്രശ്നമല്ല. നമുക്ക് ഓർമ്മയുണ്ട്, ഗംഗ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരാൾ സമരത്തിനിരുന്ന് അദ്ദേഹം മരിച്ചുപോയി, നിരാഹാരത്തിനിരുന്ന് മരിച്ചുപോയി. പ്രധാനമന്ത്രിയുടെ മണ്ഡല വാരണാസി, അവിടെ പോലും പ്രധാനമന്ത്രി പോയി നോക്കാൻ പോലും പോയില്ല. പ്രധാനമന്ത്രിക്ക് അദ്ദേഹം പല കത്തുകൾ അയച്ചു. അപ്പോൾ പലരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി, അങ്ങയുടെ ജീവൻ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവൻ പ്രധാനമേ അല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് ഞാൻ പിന്നെ ആരോടാ പറയുക? അപ്പം ഞാൻ ആരോടും പറയുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനം ജനാധിപത്യം തകർന്നിരിക്കുന്നു, നിയമവാഴ്ച തകർന്നിരിക്കുന്നു, ജനങ്ങളുടെ വികാരം കേൾക്കേണ്ട പണി സർക്കാരിനില്ല. അവർ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിച്ച് വലിയ തോതിൽ ഇലക്ഷന് വിജയിക്കാം എന്ന അന്ധവിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടത്, നിയമവാഴ്ചയും ജനാധിപത്യവും ജനങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള മനസ്സും തുറന്ന മനസ്സും ഏത് ജനാധിപത്യ ഭരണാധികാരിക്കും പ്രധാനമാണ്. അല്ലെങ്കിൽ നിങ്ങളെ മാറ്റാൻ ഈ ജനങ്ങൾക്ക് കഴിയും. ലോകത്തിൻ്റെ പല ഭാഗത്തും യുവാക്കളുടെ പ്രക്ഷോഭം പടർന്നു വന്നതൊക്കെ തന്നെ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെയാണ്. ആ ഭരണകൂടങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും പല ആളുകളും നിശബ്ദത പാലിക്കുകയാണ്, പല മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുകയാണ്. ദേശീയ തലത്തിൽ പിന്നെ അത് സ്വാഭാവികമാണ്, ഇത്തരം സമരങ്ങളൊന്നും അവർ കണ്ടില്ല എന്ന് തന്നെയാണ് നടിക്കുക. ഇവിടെ സോനം വാങ്ചുക് പറയുന്നൊരു കാര്യമുണ്ട്, ഈ CJPക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ നിറവും നൽകണ്ട, ഞങ്ങൾ മോഡിയിൽ നിന്ന് ഒരു സെൻസിറ്റിവിറ്റി, ഒരു അനുഭാവം, ഒരു കരുണ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് കൊണ്ട് മാത്രം എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമോ എന്നുള്ളത്. എല്ലാ പ്രശ്നവും പരിഹാരമാകുമോ? അല്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന് പറയുന്നത് ഭരണകൂടം അതിൻ്റെ തെറ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭരണകൂടത്തിന് 2-3 തലങ്ങളുണ്ട്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇവിടെ ലെജിസ്ലേച്ചറിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ഒരു പ്രാവശ്യമാണെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയാം. പക്ഷെ ഇവിടെ ലെജിസ്ലേച്ചറാണ്, എന്നുവെച്ചാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് വാങ്ചുക് പറഞ്ഞത്, നിങ്ങൾ സെൻസിറ്റീവ് ആവണം. മമ്മൂട്ടിയുടെ സിനിമയിൽ പറഞ്ഞ സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞ പോലെ
അത് ഭരണാധികാരികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സെൻസിറ്റിവിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾ ഇങ്ങനെ വളരെ ദുരിതത്തിലാണ്, നിങ്ങൾ കാണൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒട്ടും തന്നെ സെൻസിറ്റീവ് അല്ല. ഇതിനെ കക്ഷി രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്നതുകൊണ്ടാണ് പലപ്പോഴും അതിനെ രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ എന്തോ ഒരു ടെക്നിക്കാണ് എന്ന് പറയാൻ എളുപ്പമുണ്ട് എന്ന് പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞു. കേരളത്തിൽ മാധ്യമങ്ങൾ അത്യാവശ്യം ഒരു വാർത്ത എന്നുള്ള പോലെ റിപ്പോർട്ട് ചെയ്യുന്നുള്ള ഒഴിച്ചാൽ കേരളത്തിൽ ജനങ്ങളുടെ ഇടയിലും കുറേ പ്രതിഷേധമൊക്കെ ഉണ്ട് ആളുകൾക്ക്. പക്ഷേ ഇവിടെയും ഏറ്റവും കൂടുതൽ കുട്ടികൾ നീറ്റ് എഴുതുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇവിടെയും അതിൻ്റെ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഒരു സമരത്തിലൊന്നും വരാൻ കഴിയില്ല. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് പോലും ഇന്ത്യൻ ജനതയുടെ വളരെ ചെറിയൊരു പങ്കേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് വരുന്ന ആളുകളുടെ എണ്ണമല്ല, പക്ഷെ ആ വിഷയത്തിൻ്റെ ഗൗരവമാണ് അത് കേരളത്തിലെ ഇന്ത്യയിലെയും ജനങ്ങളിൽ മനസ്സുകൊണ്ട് ബാധിച്ചിട്ടുണ്ട്. ബി സെൻസിറ്റീവ്, ബി സെൻസിബിൾ എന്നാണ് ഈ സമരം മോഡിയോടും കേന്ദ്ര സർക്കാരിനോടും പറയുന്നത്. പക്ഷെ അത് അവരാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പല വിഷയങ്ങളിലും അവർ സെൻസിറ്റീവ് ആകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ യങ് ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ സോനം വാങ്ചുങ് നടത്തുന്നത് എന്തെങ്കിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമോ ഇവരെപ്പോഴും പറയുന്നത് പോലെ രാജ്യവിരുദ്ധ പ്രവർത്തനമോ അല്ല. അപ്പൊ ഇത് സെൻസിറ്റീവ് ആയിട്ട് ഇത് കാണാതിരിക്കുമ്പോൾ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കാത്തവരെ നമ്മൾ രാജ്യദ്രോഹികൾ തന്നെയാണല്ലോ വിളിക്കേണ്ടത്, ഇവർ പറയുന്നത് പോലെ. തീർച്ചയായിട്ടും ഇവർ രാജ്യദ്രോഹികളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യുവാക്കളെ മുഴുവൻ ഒരു നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് അകറ്റുകയാണ് അവരെ. ജനാധിപത്യത്തിൽ നിന്ന്, നിയമവാഴ്ചയിൽ നിന്ന് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവില്ല എന്നീ കുട്ടികളോട് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അവരെങ്ങടാ പോകേണ്ടത്? പിന്നെ അത് രാജ്യദ്രോഹം. ഇവരെ ഈ പറഞ്ഞതുപോലെ ഭരണകൂടത്തിൻ്റെ ഇൻസെൻസിറ്റിവിറ്റിക്കെതിരായി അവരെ തെരുവിലിറക്കുകയാണ്. ആ തെരുവിലിറങ്ങുന്നത് യഥാർത്ഥത്തിൽ റൂൾ ഓഫ് ലോയ്ക്ക്, ജനാധിപത്യത്തിന് ഗുണകരമാവില്ല. കാരണം ജനാധിപത്യം അവരിലില്ല. ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാനായിരിക്കും ഇത്തരം സമരങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് രാജ്യദ്രോഹികളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുക എന്നതായിരിക്കും ഇതിൻ്റെ അന്തിമ ഫലം.